നീറ്റ് എക്സാമിന്റെ വിവാദം ഒന്ന് കെട്ടടങ്ങി വരുന്നതേ ഉള്ളൂ. അടുത്തത് ഉടനെ തന്നെ തലപൊക്കി. CBSE 12ാം ക്ലാസ്സിന്റെ മൂല്യനിർണ്ണയം ഇത്തവണ നടത്തിയത് OSM മെത്തേഡ് എന്ന പുതിയൊരു പരിഷ്കരിച്ച രീതിയിലൂടെയാണ്. അതായത് ഓൺ സ്ക്രീൻ മാർക്കിംഗ്. ചെയ്തത് എന്തെന്ന് വെച്ചാൽ എല്ലാ ഉത്തരക്കടലാസുകളും സ്കാൻ ചെയ്ത് അധ്യാപകർ സ്ക്രീൻ വഴിയാണ്, കമ്പ്യൂട്ടർ നോക്കി ആ സ്ക്രീൻ വഴിയാണ് ഇത്തവണ മാർക്കിട്ടത്. അത് ഫിസിക്കലായി പരിശോധിക്കുന്നതിന് പകരം സ്ക്രീനിൽ നോക്കി മാർക്കിട്ടു. എല്ലാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അവർ എഴുതിയ ഉത്തരക്കടലാസിന്റെ കോപ്പികൾ കിട്ടി. അവർക്ക് തന്നെ ഈ സ്കാൻ ചെയ്തത് വായിക്കാൻ പറ്റിയില്ല എന്നിടത്തു തുടങ്ങിയാണ് ഈ പ്രശ്നം. പല ഉത്തരക്കടലാസുകളും അവ്യക്തമായ നിലയിലായിരുന്നു. ഇതിന് മറുപടിയായിട്ട് CBSE പറയുന്നത് ഏകദേശം ഞങ്ങൾ സ്കാൻ ചെയ്തതിൽ 68,000-ലധികം പേപ്പറിൽ മാത്രമേ വിഷയം ഇങ്ങനത്തുള്ള ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നുള്ളൂ. അത് പരിഹരിച്ച് ഏകദേശം അവസാനം 13,000-ലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഏകദേശം 98 ലക്ഷത്തിലധികം വരുന്ന പേപ്പറുകളാണ് ഇവർ സ്കാൻ ചെയ്തത്. അതിൽ 68,000-ന്റെ കണക്കാണ് പ്രശ്നമുള്ളതായി പറയുന്നത്. ഇതിൽ എത്ര പേർ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അതിന് കിട്ടേണ്ട തുക വേറെയും.